മലപ്പുറം കുറ്റൂരിൽ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ അവർ എന്നിട്ട് റീലുകളാക്കി പ്രചരിപ്പിച്ചു. ഇതൊരു റീലിൻ്റെ കാലമാണല്ലോ. കുറ്റൂർ KMH സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് കുറച്ചൊന്ന് ബ്ലർ ചെയ്ത് മാത്രമേ കാണിക്കാൻ പറ്റൂ. നിയമം അങ്ങനെയാണ്. മക്കളും കാലം എന്താ പറയുക. സമീർ ബിൻഗരി മലപ്പുറത്ത് നിന്ന് ചേർന്നു. ഈ അടിച്ച് നേരെയാക്കി അത് ദൃശ്യങ്ങളാക്കി റീലാക്കി യൂട്യൂബിലിട്ട് ആൾക്കാരെ കാണിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റിൽ കയറ്റി വിടുക. പറയൂ സമീർ. അതേ അസ്കിയൻ, കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് മലപ്പുറം ജില്ലയിലെ കുറ്റൂർ KMH ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ സംഭവം നടക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. എന്തൊക്കെയോ നിസാര പ്രശ്നത്തിന്റെ പേരിലാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ അത് പ്രത്യേകമായി അത് വീഡിയോ ചിത്രീകരിച്ച് അത് റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ അത് പങ്കുവെക്കുകയും ചെയ്ത് അതൊരു ആഘോഷമാക്കിയും നേട്ടമാക്കിയും മാറ്റുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇതൊരു മുന്നറിയിപ്പ് പോലെയാണ്, മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊരു മുന്നറിയിപ്പ് പോലെയാണ് ഈ ദൃശ്യങ്ങൾ സീനിയേഴ്സ് വിദ്യാർത്ഥികളായിരിക്കുന്നവർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിലും അതോടൊപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ലിനും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നിലവിൽ വേങ്ങര പോലീസിനെയും സമീപിച്ച് ഒരു നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം രാവിലെ സ്കൂളിലേക്ക് അയച്ച മക്കൾ വൈകുന്നേരം തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ മക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പിതാവിനോ സഹോദരങ്ങൾക്കോ കാണേണ്ടി വരിക എന്നുള്ളത് അത് ദയനീയം തന്നെയാണ്, എടുത്തു പറയേണ്ടത് തന്നെയാണ്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. കാര്യം മനുഷ്യൻ്റെ ചോര കണ്ടിട്ട് അത് വെച്ച് റീലുണ്ടാക്കി റീച്ച് കൂട്ടി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ ഇതൊക്കെ നടക്കും.